Hi dear students, welcome to the video tutorial of Online Academy. Now we are going to learn the short story Adventures in a Banyan Tree by Ruskin Bond, which is included in 10th class. Okay. നമ്മൾ ബനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ടിന്റെ ആ ചെറുകഥ ഒന്ന് പഠിച്ചു നോക്കാം. Then this is a wonderful story by the well-known Indian writer of British descent, Ruskin Bond. അതായത് ബ്രിട്ടീഷ് വംശജനായ ഇംഗ്ലീഷ് വംശ പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. In the story, he narrates how a huge banyan tree and the birds and animals living in and around it fills the heart of young boy. ഒരു ചെറിയ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എന്താണ് ഒരു ആൽമരവും പിന്നെ അതിനോട് അനുബന്ധിച്ച് ജീവിക്കുന്ന ചില പക്ഷികള് ചില പക്ഷി മൃഗാദികളുടെ ഒക്കെ അവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധമാണ്. Then nature is for all living beings. Man should live in harmony with nature. ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് പ്രകൃതി. Man should live in harmony with nature. മനുഷ്യൻ പ്രകൃതിയുമായി എപ്പോഴും ഐക്യപ്പെട്ടു വേണം ജീവിക്കാൻ. ബീങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. അതായത് ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മെ എപ്പോഴും ഒരു വശീകരിക്കാനായിട്ടുള്ള ഒരു ശേഷി ഉള്ള ഒന്നാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രകൃതിയുമായി സംവദിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയിൽ ചെലവഴിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ സമയമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. Let us read how a boy experienced and blended with the essence of nature. ഇവിടെ ഒരു കുട്ടി പ്രകൃതിയുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്ന് അങ്ങനെ പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ അങ്ങനെ അവനെ അനുഭവിക്കുകയാണ് ഇവിടെ. അങ്ങനെയാണ് കഥ. Then ഈ ഒരു സ്റ്റോറി, അതായത് ഈ ബോയ് lives in a valley at the foot of Himalayas. ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് ഈ നമ്മുടെ കഥാപാത്രം താമസിക്കുന്ന താമസ സ്ഥലം. വിത്ത് എക്സ്ട്രീം ത്രിൽ ആൻഡ് ഹാപ്പിനെസ്. വളരെയധികം ഒരു സന്തോഷജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോവാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. കുട്ടികളെ കഥ ശരിക്കും ഒരു 3 പാർട്ടായിട്ടാണ് കിടക്കുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ദ ബോയ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബനിയൻ ട്രീ ആൻഡ് ഗ്രേ സ്ക്യൂറൽ. അതായത് ഒരു ചാരനിറത്തിലുള്ള ഒരു അണ്ണാനും അതുപോലെ ബനിയൻ ട്രീയും തമ്മിലുള്ള കുട്ടിയുടെ ബന്ധമാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത്. ടെക്സ്റ്റ് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വേ ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ. അതായത് ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തച്ഛന്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും എങ്ങനെയാണ് ദ മാഗ്നിഫിസന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എന്റേതായിരുന്നു. വാസ് മൈൻ, എന്റേതായിരുന്നു, മുഖ്യമായും എന്റേതായിരുന്നു എന്നാണ് പറയുന്നത്. ദ മാഗ്നിഫിസന്റ് ഓൾഡ് ബനിയൻ ട്രീ, അതീവ പ്രൗഢിയോടെ നിൽക്കുന്ന ആൽമരം എന്റേതായിരുന്നു. ആ ബനിയൻ ട്രീയുടെ ആധിപത്യം എന്ന് പറയുന്നത് എനിക്കാണ്. ഇപ്പൊ വീടും പറമ്പും ഒക്കെ ആരുടെ കീഴിലാണ് വരുന്നത്? ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ് ഫാദറുടെ ആധിപത്യത്തിന്റെ കീഴിലാണ്. പിന്നെ അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറെ നമ്മൾ സ്റ്റോറിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ബോയ് വരുന്നു. ദെൻ അതിനുശേഷം നെക്സ്റ്റ് കഥാപാത്രം നമ്മൾ കാണുന്ന ബനിയൻ ട്രീ ആണ്. അതിനുശേഷം മൂന്നാമത്തെ ക്യാരക്ടർ നോക്കിക്കോളൂ, ഗ്രാൻഡ് ഫാദർ ആണ്. അറ്റ് ദി ഏജ് ഓഫ് 65 അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് പ്രായം 65. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല ആൽമരത്തില്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. ഗ്രാൻഡ് മദർ എപ്പോഴും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. അബൌട്ട് ദിസ്, ഇതിനെ പറഞ്ഞു, ഈ ഒരു കാര്യത്തെ പറഞ്ഞു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സർട്ടൈൻ കൗണ്ടസ് ഓർ ഡെസ്മണ്ട്. ഇപ്പൊ ഡെസ്മണ്ടിലെ ഒരു പ്രഭയുടെ കാര്യം പറഞ്ഞ് എപ്പോഴും തന്നെ ഗ്രാൻഡ് മദർ മുത്തച്ഛനെ കളിയാക്കും. ആൻഡ് ഇംഗ്ലീഷ് വുമൻ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117, അതായത് 117 വയസ്സായിരിക്കുന്നു കേട്ടോ. 117 വയസ്സായ ഡെസ്മണ്ടിലെ ഒരു പ്രഭി ഒരിക്കലും എന്താ ചെയ്ത? ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ്, അവള് ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ആ ആപ്പിൾ മരത്തിൽ കയറി ഇല്ലായിരുന്നുവെങ്കിൽ ഈ 117 വയസ്സായ മുത്തശ്ശി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. വുഡ് ഹാവ് ലിവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും ജീവിച്ചിരുന്നേനെ.
എങ്ങനെയാണെങ്കിൽ ഇഫ് ഷീ ഹാഡിന്റ് ഫാളൻ, താഴെ വീണില്ലായിരുന്നു എങ്കിൽ. കേട്ടോ, അപ്പൊ ഇഫ് ക്ലോസിനൊക്കെ സാധ്യതയുണ്ട്, അത് പഠിച്ചു വെക്കാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. Then നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദി ഗ്രൗണ്ട്. അതിന്റെ ആ മരത്തിന്റെ ശാഖകളൊക്കെ അങ്ങനെ എന്താണ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ. ആൽമരത്തിന്റെ പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. അതിന്റെ വേരൊക്കെ അങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു വലിയൊരു ഏരിയയിൽ ഉൾക്കൊണ്ടാണ് ആ മരം നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദെൻ വിച്ച് കർവ്ഡ് ടു ദി ഗ്രൗണ്ട്. എന്നിട്ട് ഇതിന്റെ ശാഖകളൊക്കെ എങ്ങനെയാണ് വളർന്ന് നിലത്തേക്ക് മുട്ടും. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, വീണ്ടും അതിന്റെ വേരുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചേർന്ന് വളരും. ഫോമിങ് മേസ് ഓഫ് ആർച്ചസ്. എന്നിട്ട് ഇതിന്റെ കൊമ്പുകളൊക്കെ എങ്ങനെയാണ് കമാന ആകൃതിയിൽ വളർന്ന് നിലത്ത് മുട്ടി ഒരു റാ ഷേപ്പില് കമാന ആകൃതി അങ്ങനെ കാണാം. ഗിവ് മീ എൻഡ്ലെസ് പ്ലഷർ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അതീവ സന്തോഷമാണ് ഉണ്ടാകുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. വീടിനേക്കാൾ പഴക്കമുണ്ട് എന്തിന്, മരത്തിന്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറേക്കാളും പ്രായമുണ്ട്. ആ സോൾഡ് ആസ് ദി ടൗൺ ഓഫ് ഡെറ. ഡെറ പട്ടണത്തെക്കാളും എന്താണ് പഴക്കമേറിയതാണ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയസ്. ഹിമാലയൻ താഴ്വരയിലുള്ള ഡെറ പട്ടണത്തെക്കാളും പഴക്കമേറിയതാണ് എന്ത്, ബനിയൻ ട്രീ.